ഹലോ. അപ്പം എന്നിട്ട് ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ തുടങ്ങിയുള്ളു. അതിനു മുമ്പ് തന്നെ ഇടുക്കി മഞ്ഞുകൊണ്ട് അങ്ങോട്ട് മൂടി. അതിന് നടുവിൽ കൂടിയാണ് ഞങ്ങളുടെ ഒരു യാത്ര. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, ഡാൻസ് ക്ലാസ്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞിൽക്കൂടി ഇങ്ങനെ പോകുമ്പോഴേ നല്ല രസമാണ്. ഈ മഞ്ഞിൽക്കൂടി പോയി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കാറിൽ നല്ല ഒരു തമിഴ് പാട്ടും അല്ലെങ്കിൽ മലയാളം പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ അതും കേട്ട് ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ്. പക്ഷേ ഇങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നടുക്കാണുള്ള വളഞ്ഞ റോഡ്, അപ്പുറത്തും ഇപ്പുറത്തും വലിയൊരു കൊക്ക പോലെയാണ്. അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ കോടം മഞ്ഞ് ഇങ്ങനെ പോകുന്നത് നമുക്ക് ശരിക്കും അങ്ങോട്ട് കാണാം. കണ്ടുപോകാൻ നല്ലൊരു ഫീലാണ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ഉച്ചക്ക് 12 മണിയാണ്. ആ 12 മണിക്കാണ് ഇത്രയും തണുപ്പും മഞ്ഞും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. പക്ഷേ തൊടുപുഴയിൽ അത്ര വലിയ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടുക്കിയിൽ നല്ല മഴയായിരുന്നു. ഇടുക്കിയിൽ എന്ന് വെച്ചാൽ ഹൈ റേഞ്ചിലേക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോൾ അത് നല്ലൊരു ഫീലായിരുന്നു ഞങ്ങൾക്കിത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാനായിട്ടോ. എനിക്കിഷ്ടം മഞ്ഞിൽ കൂടി ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ അത് കൊച്ചിനും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മഴ കൊണ്ട് മഞ്ഞെല്ലാം അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വലിയ മഞ്ഞുണ്ടായിരുന്നില്ല, പക്ഷേ മഴയായിരുന്നു. ഹൈ റേഞ്ച് കഞ്ഞിക്കുഴി എടുക്കാറായപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഹൈ റേഞ്ചിലൊക്കെ വരണം കേട്ടോ.